മകൾക്ക് കൊടുക്കുന്നത് 25 പവനാണ്, അല്ലെങ്കിൽ 50 പവനാണ്, അല്ലെങ്കിൽ 100 പവനാ. അതൊക്കെ ചെറിയ കണക്കായി മാറിയിരിക്കുക ഇപ്പോ. അങ്ങനെ കൊടുത്താലും തൻ്റെ അയലത്ത് താമസിക്കുന്ന തൻ്റെ മകളോടൊപ്പം പള്ളിക്കൂടത്തിൽ ഒന്നിച്ച് പഠിച്ച, മദ്രസയിൽ പഠിച്ച പാവപ്പെട്ട ഒരു പെൺകുഞ്ഞ്, അവൾക്ക് വാപ്പയില്ല, അല്ലെങ്കിൽ വാപ്പസ് ദരിദ്രനാണ്, അവളെ കെട്ടിച്ചു വിടാൻ വകയില്ല, അവൾ മിടുക്കിയാണ്. പക്ഷേ അവളെ ഒരു വിവാഹം കഴിച്ചയക്കുന്നത് ഒരു നൊമ്പരമായി, നീറ്റലായി, മനസ്സിൽ പേറി ഉറക്കം നഷ്ടപ്പെട്ട് കൂരയിൽ ചെറ്റയിൽ കഴിയുന്ന തൻ്റെ പ്രിയപ്പെട്ട സഹോദരന്റെ മകളുടെ കൺമുമ്പിൽ വെച്ച്, തൻ്റെ മകളുടെ കൂട്ടുകാരിയുടെ കൺമുമ്പിൽ വെച്ച് 101 പവനും അല്ലെങ്കിൽ 51 പവനും കൊടുത്ത്, കാറും കൊടുത്ത്, ലക്ഷങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ ആയിരങ്ങളെ വിളിച്ച് കല്യാണം നടത്തിയിട്ട് ആർഭാടം നടത്തുന്നവരെ, നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളെയല്ല. അള്ളാഹ് പറയുക, ഇത്തരം പണിയായിരുന്നു മുസ്ലിങ്ങൾക്ക്. ഇത്തരം പണിയായിരുന്നു മുസ്ലിങ്ങൾക്ക്. ഏറ്റവും അധികം കല്യാണത്തിൽ ആർഭാടവും ധൂർത്തും നടത്തുന്ന സമുദായം മുസ്ലിം സമുദായമാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണ്. മുസ്ലിം സമുദായത്തിൻ്റെ കല്യാണം എല്ലാം ഒന്നെങ്കിൽ ഗ്രാൻഡ് ഹയാത്തിലാണ്, പലപ്പോഴും ഞാൻ പോയി നടത്തി കൊടുക്കേണ്ടി വരുന്ന ആളാണ്, അല്ലെങ്കിൽ സിയാലിലാണ്, എയർപോർട്ട് വിമാനത്താവളത്തിലാണ്, അല്ലെങ്കിൽ ചാലക്കുടിയിൽ അഡിലക്സിലാണ്. ചെറിയ ഓഡിറ്റോറിയം ഒന്നും മുസ്ലിം സമുദായത്തിന് തീരെ പരിചയമേ ഇല്ല. മുസ്ലിം സമുദായത്തിന്, വേറെ ഒരു സമുദായത്തിന് ഇത്രയും വലിയ രോഗമൊന്നുമില്ല. അവർ സെലക്റ്റീവായിട്ട് ആളുകളെ വിളിക്കുകയുള്ളൂ. അവരൊരു വീട്ടിൽ നാളെ വിളിച്ചു കഴിഞ്ഞാൽ ഒരാളെ പ്രതീക്ഷിക്കുകയുള്ളൂ. ഈ പറഞ്ഞ വലിയ ആൾക്കൂട്ടവും തീർപ്പും ഒന്നും കാണിക്കൂല. ഈ മാതിരി കല്യാണങ്ങൾ നടത്തി കൊറോണ കാലത്ത് ചെറിയ കല്യാണം നടത്തേണ്ടി വന്നല്ലോ നമ്മൾ, അല്ലേ? അള്ളാഹ് ഒന്നങ്ങനെ പരീക്ഷിച്ചാൽ, നിനക്ക് വേണേൽ ചെറിയ കല്യാണം നടത്താൻ ഞാൻ ആ വഴി തുറന്നു തരാമെന്ന്. ചെറിയ കല്യാണം 50 പേരുടെ കല്യാണം നടത്തേണ്ടി വന്നു. 5000 പേരുടെ കല്യാണം നടത്തുമെന്ന് വീമ്പ് പറഞ്ഞിരുന്ന ആൾ 50 പേരുടെ കല്യാണം നടത്തേണ്ടി വന്നു. പക്ഷേ അന്നൊരു കല്യാണം നടത്തി എൻ്റെ മഹലിൽ 200 പേരെ കല്യാണത്തിന് വിളിച്ചിട്ടുള്ളൂ. നടത്തിയത് എവിടെയാണെന്നറിയോ? ഗ്രാൻഡ് ഹയാത്തിൽ. ഓഡിറ്റോറിയത്തിന് എത്രയാ ചാർജ് നിങ്ങൾ കണക്കാക്കിക്കോ. അവസാനം ഭക്ഷണത്തിന് വേണ്ടി ഇരുന്ന ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വീട്ടുകാരൻ പറയാ, ഉസ്താദെ പിഞ്ഞാണത്തിന് ഒരു പ്ലേറ്റിന് 4000 രൂപ നന്നായിട്ട് തിന്നോണേന്ന്. ഒരു പിഞ്ഞാണത്തിന് 4000 രൂപ നന്നായിട്ട് തിന്നോണേന്ന്. ഇപ്പം 4000 മുടക്കിയെന്നുള്ളതുകൊണ്ട് ഉസ്താദ് എത്ര പ്ലേറ്റ് തിന്നാൻ പറ്റും, എന്തോരം അരി തിന്നാൻ പറ്റും? അപ്പൊ 8 ലക്ഷം രൂപ ഭക്ഷണാവശ്യത്തിന് മാത്രം 200 പേർക്ക് അവൻ ചെലവാക്കാനുള്ളത് അവൻ ചെലവാക്കി. പക്ഷെ ഈ പറയുന്ന ഈ ചെലവാക്കിയ ഒരാൾ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ ആവശ്യം പറഞ്ഞൊരു പാവപ്പെട്ട പിതാവ് ചെന്നാൽ 10,000 രൂപ കൈവെള്ളയിൽ വെച്ച് കൊടുക്കൂല്ലാത്തവനാണ്. ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ നീചഭാവങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കാട്ടുകയാ. നിങ്ങളൊക്കെ എന്ത് തരം മനുഷ്യരാണ്? നിങ്ങൾക്ക് ഈ ലോകത്ത് കരുണയൂറുന്ന മനസ്സിന്റെ ഉടമകളായി ഈ ലോകത്ത് ജീവിച്ച് നന്മ ചെയ്ത് മനസ്സിൽ സന്തോഷത്തിന്റെ പൂത്തിരി കത്തിക്കേണ്ടുന്ന നിങ്ങൾ നന്മകളിൽ നകന്നു പോവുകയല്ലേ? നിങ്ങൾക്ക് നന്മ ചെയ്യാൻ മടിയല്ലേ? നിങ്ങൾക്ക് നന്മകൾക്ക് വേണ്ടിയല്ലേ ഓരോ ദിവസവും ഇവിടെ സൂര്യൻ ഉദിപ്പിക്കുന്നത്? ഞാൻ ഓരോ ദിവസവും കൃത്യമായ അളവിൽ 12 മണിക്കൂർ പകല് തരികയും വൈകുന്നേരം ശാന്തമായി ഉറങ്ങാൻ വേണ്ടി രാത്രി സമ്മാനിക്കുകയും ചെയ്തത് നിങ്ങൾ ഈ പകലിൽ എന്ത് നന്മ ചെയ്യുന്നുണ്ടെന്നറിയാൻ വേണ്ടിയല്ലേ? രാത്രികളിൽ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ഇബാദത്ത് ചെയ്യുന്നുണ്ടെന്നറിയാൻ വേണ്ടിയല്ലേ? അല്ലാഹു തആല അങ്ങനെ നമ്മളെ പരീക്ഷിച്ചിട്ടും നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്തും നിന്ദ്യരാകും, പരലോകത്തും നിന്ദ്യരാകുമെന്ന കാര്യം മറക്കരുത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഏറ്റവും വലിയ ആർഭാടക്കാരാണ്. കല്യാണത്തിൽ, സ്ത്രീധനത്തിലടക്കം സർവ്വകാര്യങ്ങളിൽ. ഞാൻ പണ്ടൊരു സ്ത്രീധനക്കാരൻ്റെ ബ്രോക്കറോട്, ഗോപാലകൃഷ്ണൻ, ഞാനന്ന് ബസ്സിൽ സഞ്ചരിക്കുന്ന കാലം, ഒരു 25 വർഷം മുമ്പ്, അന്ന് ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടി സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരാൾ പരിചയപ്പെട്ടു. അയാൾ എന്താ ജോലി എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ബ്രോക്കറാണ്, ഗോപാലകൃഷ്ണനാണ്. എന്നിട്ട് അയാൾ സ്നേഹപൂർവ്വം പറഞ്ഞു, ഞാൻ പക്ഷെ നിങ്ങളുടെ കല്യാണം പിടിക്കാറില്ല കേട്ടോ, 20-25 കൊല്ലം മുമ്പാണ്. ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങൾ അത്ര ഒരു വർഗീയവാദിയാണോ? ഞാൻ ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങനല്ല, സാധാരണ ക്രിസ്ത്യൻ സമൂഹത്തിൽ 1 ലക്ഷം രൂപ സ്ത്രീധനം ചോദിക്കുന്ന ചെറുക്കൻ 1 ഏക്കർ ഭൂമിയെങ്കിലും കാണും. ഹിന്ദുക്കളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ സമുദായത്തിൽ തൂണേ ചാരി നിൽക്കുന്നോ ചോദിക്കുന്ന 3 ലക്ഷമാണ് തുടക്കത്തിലെ. അന്ന് പറഞ്ഞ ഈ മാതിരി സ്ത്രീധനത്തെ വെറുപ്പിച്ച, നിഷിദ്ധമാണെന്ന് വളരെ കൃത്യമായി മഹർ അങ്ങോട്ട് കൊടുത്തിട്ടല്ലാതെ, സ്ത്രീധനം എന്ന് പറയുന്നത് സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത ഒരു സംസ്കാരം പഠിപ്പിച്ച് അന്ന് മുതൽ ഇന്ന് വരെ സ്ത്രീജനങ്ങൾക്ക് വിവാഹത്തിന്റെ സമയത്ത് മഹർ കൊടുത്ത് കല്യാണം കഴിക്കണമെന്നൊരു വിപ്ലവ പ്രസ്ഥാനത്തിനും പറയാൻ കഴിയാത്ത, പറഞ്ഞാൽ നടപ്പാക്കാൻ കഴിയാത്ത കാര്യം അന്ന് മുതൽ ഇന്ന് വരെ നടത്തി കാണിച്ച ഒരു മതമാണിത്. ആ മതത്തിന്റെ ആളുകളാണ് ഇന്ന് ഈ സ്ത്രീധനം കൊണ്ടുള്ള തോന്നിയാസം കാണിക്കണം. എങ്ങനെ അള്ളാഹു നമ്മളെ സ്നേഹിക്കും കൂട്ടരെ? എങ്ങനെ അള്ളാഹു നമ്മെ സഹായിക്കും കൂട്ടരെ?
എങ്ങനെ പടച്ച തമ്പുരാന്റെ കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവും കൂട്ടരെ? ഇന്നെന്ത് വേണ്ടു? അതുകൊണ്ട് ലോകത്ത് നമ്മൾ വേറെ ആരും ഉപദ്രവിക്കാനൊന്നും പോകാറില്ല, ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ ഒന്നും ഉപദ്രവിക്കാൻ പോകാറില്ല. പക്ഷേ നമ്മളെ ഇന്ന് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കണ്ടെടുത്താൽ കണ്ടുകൂടാ. നമ്മൾ എന്ത് ചെയ്തിട്ടാ? ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തത് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും ഒന്നും അല്ല, അവരെ ഒരു ദ്രോഹം നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളോട് അവർക്ക് അള്ളാഹ് വെറുപ്പിട്ട് കൊടുത്തു. കാരണം എന്താ? നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ വലിയ വീഴ്ചയാണ് വരുത്തിയത്. നമ്മളെ സ്നേഹിക്കുന്നതിൽ നമ്മൾ പിന്നോക്കമായി. നമ്മളെ സ്നേഹിക്കുന്നതിൽ നമ്മൾ പിന്നോക്കമായപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നതിൽ മറ്റുള്ളവരും പിന്നോക്കമായി. ഇതാ കാര്യം. ഇപ്പോൾ വഖഫ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു, പൗരത്വം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ എല്ലാവരും നമുക്കെതിരെ തിരിഞ്ഞേക്കുക. BJP ഗവൺമെന്റ് ആ വഖഫ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യാനികളുടെ ദീപിക പത്രമായി എഴുതുന്നത് വഖഫ് ബോർഡ് കൊള്ള സംഘമാ, ഭേദഗതി വരുത്തണം, വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്ന്. എല്ലാവരും നമുക്കെതിരാകുക. എന്താ കാര്യം? നമുക്ക് മിടുക്കന്മാരില്ലാത്തതുകൊണ്ടാണോ? ഏറ്റവും വലിയ നടൻ നമ്മുടെതല്ലാഞ്ഞിട്ടാണോ? ഏറ്റവും വലിയ മുതലാളി കേരളത്തിലെ നമ്മളതല്ലാഞ്ഞിട്ടാണോ? ഏറ്റവും വലിയ വീട് നമ്മുടെതല്ലാഞ്ഞിട്ടാണോ? ഏറ്റവും വലിയ കെട്ടിടങ്ങൾ നമ്മുടെതല്ലാഞ്ഞിട്ടാണോ? പിന്നെ എന്തുകൊണ്ടാ? നമ്മളുടെ ഈ വലിപ്പമൊക്കെ കാണിക്കുമ്പോഴും കണ്ടില്ലേ, 5000 കോടിയുടെ കല്യാണം നടത്തിയ വലിയ മുതലാളി പടച്ചതമ്പുരാൻ കാശ് കൊടുക്കുമ്പോ 5000 കോടിയുടെ കല്യാണം ഒരു മുതലാളി നടത്തി മനുഷ്യന്റെ മനസ്സ് ക്രൂരമായാൽ, മനുഷ്യന്റെ മനസ്സിൽ കരുണ പറ്റിപ്പോയാൽ, മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാഞ്ഞുപോയാൽ അവൻ സംഭവിക്കുന്നത് എന്തെന്നറിയോ? അവന്റെ പണം കൊണ്ട് ഈ ലോകത്ത് ആർഭാട മതമാത്സര്യ കേളികളിൽ ഏർപ്പെടുമെന്ന് മനസ്സിലായില്ലേ? അവനിങ്ങനെ ആർഭാടം മാത്രം നടത്തും. 5000 കോടിയുടെ കല്യാണം, കോട്ടിട്ടത് 500 കോടിക്ക്. 500 കോടിയുടെ കോട്ടി ശരീരത്തിൽ എങ്ങനെയാ കെട്ടിയിടണേ? എന്നതാ സാധനത്തിൽ ഉണ്ടായിരുന്നു ആലോചിച്ച് നോക്കിയേ. 500 കോടിയുടെ കോട്ടാന്ന് അംബാനിയുടെ മോനിട്ട കല്യാണം. ഒരു കോട്ടിന്റെ വില ഉണ്ടായിരുന്നെങ്കിൽ ആ സ്റ്റേറ്റിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തായിരുന്നു, സാധുക്കളായ ജനങ്ങളുടെ പട്ടിണി മാറ്റായിരുന്നു. ഒറ്റ കോട്ടിന്റെ വിലയാണ്. ഇത്രയും വലിയ കാശുള്ള മുതലാളിയല്ലേ, അപ്പൊ പിന്നെ അയാൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ ആ സമയത്ത് ഞാൻ റീചാർജ് ചെയ്തുകൊണ്ടിരുന്ന മുതലാളിയുടെ മറ്റേതാണ്. ഞാൻ ആ മാസം റീചാർജ് ചെയ്തപ്പോൾ 60 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വന്നു. 239 കൊടുത്തോണ്ടിരുന്നത് അന്ന് 300 രൂപ കൊടുക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ നിന്ന മുതലാളി ഓരോ റീചാർജിലും 60 രൂപ അധികം മേടിച്ചിട്ട് 5000 കോടിയുടെ കല്യാണം നടത്തുകയാണ്, 500 കോടിയുടെ കോട്ടിടിയിക്കുകയാണ് മോന്. പ്രിയപ്പെട്ടവരെ, ഇത് ആ ഒരു മുതലാളിയുടെ കഥയാണെങ്കിൽ ആ മുതലാളിക്ക് അത്രയും ഉള്ളത് കൊണ്ടാണ് അവൻ അത് ചെയ്തതെങ്കിൽ, അത്രയും ഇല്ലാത്ത നമ്മുടെ മുതലാളിമാരും അത് തന്നെയാ ചെയ്യുന്നത്. 5 കോടിയുള്ളവൻ അതിനൊത്തതാ ചെയ്യുന്നത്, 1 കോടിയുള്ളവൻ അതിനൊത്തതാ, 50 ലക്ഷത്തിന് വകയുള്ളവൻ അതിനൊത്തതാണ്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ പണം കൊണ്ട് ആർഭാടം കാണിക്കാൻ തുനിയുമ്പോ അള്ളാഹു പറയുകയാണ്, ഇവൻ മതത്തിനെ കളവാക്കിയ കള്ളനാണവൻ, വിശ്വാസിയല്ല. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. സാധുക്കൾക്ക് എന്തെങ്കിലും കൊടുത്തോ? ഈ രാജ്യത്ത് എന്തെല്ലാം പ്രളയം നടന്നു, കേരളത്തിൽ നടന്നു, നാടിന്റെ നാനാഭാഗങ്ങളിൽ നടന്നു. ഈ മുതലാളി എന്തെങ്കിലും ഓഫർ ചെയ്തതായിട്ട് കണ്ടോ? ഈ 5000 കോടി മുടക്കി കല്യാണം നടത്തിയവൻ, 500 കോടിക്ക് കോട്ടിടിച്ചവൻ 50 കോടി മാറ്റി വെച്ചതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? കേട്ടോ? 50 കോടി മാറ്റി വെച്ചോ? മാറ്റിവെക്കൂല. അവിടെയാണ് അള്ളാഹുവിനെ പേടിക്കുന്ന നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നമ്മുടെ നാട്ടുകാർ അവരുടെ സമ്പാദ്യത്തിന്റെ അംശം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് അവൾക്ക് 10 പവൻ നൽകിക്കൊണ്ട് അവളെ വിവാഹത്തിലേക്ക് കൈപിടിച്ചാനയിക്കുമ്പോൾ ഇത് 5000 കോടിക്ക് കല്യാണം നടത്തിയ മുതലാളിക്ക് സാധിക്കാത്തതാണ്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള വലിയ വലിയ മുതലാളി മാമാങ്കം നടത്തുന്ന മുതലാളിമാർക്ക് സാധിക്കാത്തതാണ്. ഓരോരോ 10,000കണക്കിന് 100കണക്കിന് ഔട്ട്ലെറ്റുകൾ ഓരോ വർഷവും വ്യവസായത്തിന്റെ ഭാഗമായി വർദ്ധിപ്പിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇനിയും എത്ര വലുതായാലും ആർത്തിയടങ്ങാതെ പിന്നെയും പണം പെരുപ്പിക്കാൻ ശ്രമിക്കുന്ന മുതലാളിമാർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യമാണ് നമ്മുടെ പാവപ്പെട്ട ചെറുപ്പക്കാർ ചെയ്യണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നന്മ നമ്മളിൽ നിലനിർത്തി തരുമാറാകട്ടെ. ഈ പറയുന്ന നന്മകൾ ഈ മുതലാളിമാർക്കുണ്ടായിരുന്നെങ്കിൽ ലോകം സ്വർഗമാകുകയില്ലായിരുന്നോ? അതുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇൻദല്ലാഹി ഖസാഇനുൽ ഖൈരി വശർറ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നന്മയുടെയും തിന്മയുടെയും ചില ഖജനാവുകൾ അള്ളാഹുവിൻ്റെ കൈവശം വെച്ചിട്ടുണ്ട്. അള്ളാഹു നന്മയുടെയും തിന്മയുടെയും ചില ഖജനാവുകൾ കൈവശം വെച്ചിട്ടുണ്ട്. മഫാത്തിഹുർ റിജാൽ, അതിൻ്റെ താക്കോലുകൾ ചില ആൺകുട്ടികളാണ്. നന്മയുടെയും തിന്മയുടെയും ഖജനാവുകൾ അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ താക്കോലുകൾ ചില ആണുങ്ങളാണ്, ചില ആൺകുട്ടികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഫത്തൂബാ ലിമൻ ജഅലഹു മിഫ്താഹൻ ലിൽ ഖൈരി വമിഗ്ലാഖൻ ലിശ്ശർരി. നന്മയുടെ താക്കോലും തിന്മയുടെ താഴുമായി മാറാൻ കഴിഞ്ഞ ആ ആൺകുട്ടികളെ നിങ്ങൾക്ക് മംഗളങ്ങൾ. നന്മയുടെ താക്കോലുകളും തിന്മയുടെ താഴുകളും. തിന്മ ഒന്നും അവരിൽ നിന്ന് താഴിട്ട് കൂട്ടിയതുപോലെ അവർ തിന്മ അവർ ചെയ്യൂല. നന്മ എന്തുണ്ടോ അവിടെയെല്ലാം അവരുണ്ടാകും. അങ്ങനെ കുറെ ആൺകുട്ടികൾ ഓരോ നാട്ടിലുണ്ടാകും. അങ്ങനെയുള്ള ആൺമക്കളെ നിങ്ങൾക്ക് ആശീർവാദങ്ങൾ. വവൈലുൽ ലിമൻ ജഅലഹു മിഫ്താഹൻ ലിശ്ശർരി വമിഗ്ലാഖൻ ലിൽ ഖൈർ. എന്നാൽ നന്മയുടെ താഴുകളും തിന്മയുടെ താക്കോലുകളുമായി മാറിയ ഒരു പറ്റം ആളുകളുമുണ്ട് ഇവിടെ. അവർക്കെല്ലാ നാശങ്ങളും വരാനിരിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനധർമ്മത്തിന് പരിശുദ്ധ ദീൻ കൽപ്പിക്കുന്ന വലിയ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പരിപാടികൾ കരുപിടിപ്പിക്കാൻ കഴിയണം. ഇത്തരം ചെറിയ ചെറിയ നന്മകളുമായി നമ്മുടെ കൂട്ടുകാർ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിൻ്റെ നേരെ പുറംതിരിഞ്ഞ് നിൽക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെങ്ങനെയാ അതിനോട് ഭാഗം ചേരാൻ കഴിയണം. അടുക്കാതിരിക്കാൻ, അകന്നു നിൽക്കാനുള്ള കാരണങ്ങൾ നമുക്ക് പലപ്പോഴും കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷെ ഒരു നന്മയുടെ ഭാഗമായി ചേരാനുള്ള ന്യായങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്കത്ര എളുപ്പം കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ അർത്ഥമാക്കുന്നത്. നമ്മുടെ മനസ്സിനെ ആർദ്രതയുള്ളതാക്കി തീർക്കുന്നത് കാരുണ്യമാണ്. ജീവകാരുണ്യം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് കടന്നു വരികയില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണയുള്ളവരോടാണ് പടച്ച തമ്പുരാൻ കരുണ കാണിക്കുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യം പലപ്പോഴും നമുക്ക് ആവശ്യം വരുമ്പോൾ അള്ളാഹുവേ എന്ന് പറഞ്ഞ് നല്ല നിലവിളിക്കാറുണ്ട് നമ്മൾ. എപ്പോഴാണ് അള്ളാഹു നമ്മോട് കരുണ ചെയ്യുന്നതെന്നറിയോ? അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരോട് അള്ളാഹു കരുണ ചെയ്യും. അതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഇർഹമു മൻ ഫിൽ അർള് യർഹംകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്ക്, ആകാശത്തുള്ളവനായ അള്ളാഹു നിങ്ങളോട് കരുണ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഭൂമിയിലുള്ള മനുഷ്യരുടെ ആവശ്യങ്ങളിൽ ഇടപെടാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അള്ളാഹു ഇടപെടും. നിങ്ങൾക്കൊരാവശ്യം വരട്ടെ, നിങ്ങൾ അള്ളാഹുവോട് പറഞ്ഞാൽ മതി, ആരോടും പറയേണ്ടി വരില്ല. നിങ്ങൾ നിങ്ങളുടെ കഴിവ് പോലെ ഭൂമിയിലുള്ളവരുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇടപെട്ടാൽ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം അള്ളാഹ്ക്ക് നമ്മളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഗുണമേതാ? നമ്മുടെ കാരുണ്യമാണ്. റഹ്മാനാണ് അവൻ, റഹീമാണ്. അതിരറ്റ കാരുണ്യത്തിന്റെ ഉടമയാണ് പടച്ച തമ്പുരാൻ. പക്ഷെ ആ കരുണ നമുക്ക് കിട്ടാനുള്ള വഴി എന്താ? അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. പരമകാരുണികൻ, കരുണയുള്ളവരോട് മാത്രം കരുണ ചെയ്യുന്നവനാണ്. ക്രൂരന്മാരോട് അല്ലാഹു കരുണ ചെയ്യൂല. ക്രൂരത കൊണ്ട് ലോകം കീഴ്പ്പെടുത്തിയ ഒരുപാട് പേരെ ലോകം കണ്ടതാ. പക്ഷേ പിൽക്കാലത്ത് അവരെല്ലാം തകർന്നടിഞ്ഞുപോയി. ഒരു ക്രൂരന്മാരും ഒരു സ്വേച്ഛാധിപതികളും ലോകത്ത് വിജയിച്ചിട്ടില്ല. ഇന്നുണ്ട് ലോകത്ത് സ്വേച്ഛാധിപതികൾ, ഇന്നുണ്ട് നമ്മുടെ നാട്ടില് ക്രൂരന്മാർ, രാജ്യത്ത് അധികാരികൾ ക്രൂരന്മാർ. മുമ്പും ഹിറ്റ്ലറെ കണ്ട ലോകമാണിത്, മുസോളിനിയെ കണ്ട ലോകമാണിത്, അങ്ങനെ സ്റ്റാലിനെ കണ്ട ലോകമാണിത്. ലോകമഹായുദ്ധങ്ങൾ നിയന്ത്രിച്ച് ലോകത്തിന്റെ അധികാരം കൈവെള്ളയിൽ ഒതുക്കാൻ ശ്രമിച്ചവരെ കണ്ട ലോകമാണിത്. പക്ഷെ അവരെല്ലാം ദാരുണമായി. ഞാൻ ഇന്നലെ സ്റ്റാലിന്റെ ചരിത്രം യാദൃശ്യമായി കാണാനിടയായി. ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു സ്റ്റാലിനെങ്കിൽ 10,000-കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കിയ ക്രൂരന്മാരെല്ലാം അവരോട് അള്ളാഹു ആവശ്യം വരുമ്പോൾ കരുണ കാണിക്കില്ല. ഹിറ്റ്ലറോടുള്ള കരുണ കാണിച്ചില്ല, മുസോളിനിയോടുള്ള കരുണ കാണിച്ചില്ല. തെരുവിൽ തല്ലിക്കൊല്ലപ്പെട്ടു. തിരുനെറ്റിയിൽ സ്വന്തം കൈകൊണ്ട് നിറയൊഴിച്ച് മരിക്കേണ്ടി വന്നു ഹിറ്റ്ലർക്കെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ക്രൂരന്മാരോട് അള്ളാഹു ആവശ്യം വരുമ്പോൾ കരുണ കാണിക്കില്ല. നമ്മുടെ രാജ്യത്ത് കുറെ ക്രൂരന്മാരുണ്ടായിരുന്നല്ലോ. ബാബരി മസ്ജിദ് പൊളിക്കാൻ നേതൃത്വം നൽകിയവർ, നമുക്ക് ഓർക്കുന്നില്ലേ? രഥയാത്രയൊക്കെ നടത്തിയവർ. ഇന്ന് സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരെ കൊണ്ടുപോലും അവർ നിഷ്ഠൂരമായ നിലയിൽ അപമാനിക്കപ്പെടുകയാണ്. ക്രൂരമായ നിലയിൽ അവർ അവമതിക്കപ്പെടുകയാണ്, നിന്ദ്യരാക്കപ്പെടുകയാണ്. അവർക്കിന്നൊരു വിലയും സമൂഹത്തിൽ ഒരു നിലയുമില്ലാതാവുക. എത്ര ആളുകൾ ഇന്നുമുണ്ട്. കുറെ സ്വേച്ഛാധിപതികൾ, ഞങ്ങളെല്ലാം കയ്യിലെടുത്ത് അമ്മാനമാടുകയാണെന്ന് വിചാരിക്കുന്നവർ. ഒരു വിലയും നിലയുമില്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യം നഷ്ടപ്പെട്ടവരായി ഈ ലോകത്ത് അവർ അധപ്പതിക്കുന്ന കാഴ്ച കാണാം. യാതൊരു സംശയവും വേണ്ട. ഞാൻ എഴുതി തരിക. കാരണം ലോക ചരിത്രം അതാ നമ്മളെ പഠിപ്പിക്കണേ.
അതുകൊണ്ട് മനസ്സിൽ കരുണയാണ് വേണ്ടത്, ക്രൂരതയല്ല വേണ്ടത്, അനുകമ്പയാണ് വേണ്ടത്, ആർദ്രതയാണ് വേണ്ടത്. അവശന്മാരോട്, ആർത്തന്മാരോട്, ആലംബഹീനന്മാരോട് എത്ര കണ്ട് ആർദ്രതയുണ്ടോ ആവശ്യം വരുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് അനുകമ്പ കാണിക്കുമെന്ന റാഹിമോന യർഹമുഹുമുർ റഹ്മാൻ. കരുണയുള്ളവരോടാണ് കരുണയുള്ളവൻ, പരമകാരുണികൻ കരുണ കാണിക്കുന്നത്. അതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അതുകൊണ്ട് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് തീർച്ചയായും അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മൾ സാധുക്കളോട് കരുണ കാണിച്ചാൽ. അതേസമയം ഇന്ന് അധികാരം കൈവെള്ളയിൽ ഇട്ടമ്പാനമാടി, അതുപോലെ തന്നെ ആൾബലത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ പേരിൽ ലോകത്തോട് അക്രമം കാണിക്കുന്ന ഈ ഭീകരന്മാരെല്ലാം കാരുണ്യം ആവശ്യം വരുന്ന സമയത്ത് അള്ളാഹു അവരെ പരിഗണിക്കില്ല. അവരൊന്നുമല്ലാത്തവരായി ലോകത്ത് അധപ്പതിക്കാൻ എരിഞ്ഞടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ പ്രഖ്യാപിതമായ ഒരു നയമാണ്. അതുകൊണ്ട് നമസ്കരിക്കുന്ന നമ്മൾ, നോമ്പ് വയ്ക്കുന്ന നമ്മൾ, അതുപോലെ പലതും ചെയ്യുന്ന നമ്മൾ സാധുക്കളുടെ പ്രശ്നത്തിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കണം. നാളെ പടച്ച തമ്പുരാൻ പരലോകത്ത് വെച്ച് പിടിച്ചു നിർത്തി നമ്മളോട് പറയുന്ന ഒരു ചോദ്യമുണ്ട്. യബ്ന ആദം, അല്ലയോ മനുഷ്യ, ആദമിൻ്റെ മകനെ, ഫലം തുത്ഇമിനി, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചപ്പോൾ നീ എന്തേ എനിക്ക് തരാഞ്ഞു? നാളെ അള്ളാഹ് നമ്മളെ പിടിച്ചു നിർത്തി ചോദിക്കുമെന്ന്. എന്തെന്ന്? നിന്നോട് ഞാൻ ഭക്ഷണം ചോദിച്ചല്ലോ ഭൂമിയിൽ വെച്ച്, നീ എനിക്ക് തന്നില്ലല്ലോ എന്ന്. അപ്പോ ഈ മനുഷ്യൻ പറയുമെന്ന് ഹദീസിൽ കാണാം, യാ റബ്ബി കൈഫ ഉത്ഇമുക വ അന്ത റബ്ബുൽ ആലമീൻ. സർവശക്തനായ നാഥാ, നിനക്ക് ഞാൻ എങ്ങനെ ഭക്ഷണം തരാനാണ്? നീ സർവ്വലോകത്തിൻ്റെയും പരിപാലകനായ റബ്ബുൽ ആലമീനല്ലോ എന്ന് ഈ പാവം മനുഷ്യൻ അള്ളാഹുവിനോട് മറുപടി പറയുമ്പോൾ അള്ളാഹ് ചോദിക്കും, അമാ അലിംദ, നീ അറിഞ്ഞില്ലേ ഒരു മനുഷ്യൻ അന്ന് നിന്റെ മുമ്പിൽ ഭക്ഷണവും ചോദിച്ച് നിന്റെ വീട്ടിൽ കയറി വന്നപ്പോൾ ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ നിനക്ക് കഴിയുമായിരുന്നിട്ടും ഭക്ഷണം കൊടുക്കാതെ ആ മനുഷ്യനെ നീ ആട്ടിവിട്ടില്ലേ? ആ മനുഷ്യന് നീ ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ ആ ഭക്ഷണം നീ എനിക്ക് തന്ന ഭക്ഷണമാകുമായിരുന്നു എന്ന് സർവശക്തനായ അള്ളാഹു നാളെ പരലോകത്ത് വെച്ച് നമ്മളോട് പറയുമത്രേ. ഭക്ഷണത്തിന് അള്ളാഹു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നത്, ഭക്ഷണത്തിന്റെ അവന്റെ വിശപ്പിൽ ഇടപെടുന്നത് അള്ളാഹുവിനോടുള്ള ഇടപെടലാണ്. വിശപ്പിൽ, പാവപ്പെട്ടവന്റെ വിശപ്പിൽ ഇടപെടുന്ന അള്ളാഹുവിനുള്ള ഇടപെടല. ഇതുപോലെ വീണ്ടും ചോദിക്കും, അത്ര ഞാൻ വസ്ത്രം ചോദിച്ചിട്ട് എനിക്കൊരു തുണി തന്നില്ലല്ലോ. അപ്പോഴും അവൻ ചോദിക്കും, പടച്ചവനെ, ഞാൻ എങ്ങനെ നിനക്ക് വസ്ത്രം തരാനാ? നീ റബ്ബുൽ ആലമീനല്ലോ എന്ന് നാളെ പടച്ചവനോടവൻ പറയും, വസ്ത്രം ചോദിച്ച് നിന്റെ വീട്ടിൽ അന്നൊരാൾ വന്നിരുന്നില്ലേ? നീ അവനെ ഉടുപ്പിച്ചു വിട്ടിരുന്നെങ്കിൽ നീ എനിക്ക് വസ്ത്രം തന്നവനായി നീ കാണുമായിരുന്നു എന്നുള്ള പറയുമത്രേ. അതുപോലെ ഓരോ പ്രശ്നങ്ങളിലും നമ്മളെ തേടിയെത്തുന്ന ഓരോ വ്യക്തികളും അള്ളാഹു നമ്മിലേക്ക് അയക്കുന്ന വ്യക്തിത്വങ്ങളാണ്, ആളുകളാണ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ അവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പടച്ച തമ്പുരാൻ നമുക്കതിന് തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ജീവിതം നന്മകൾക്ക് വേണ്ടിയുള്ളതാണ്. ജീവിതം എന്തിനുള്ളതാണ്? നന്മകൾക്ക് വേണ്ടിയുള്ളതാണ്, വേറൊന്നിനും വേണ്ടിയുള്ളതല്ല ഈ ലോകത്തെ ജീവിതം. നന്മകൾ എത്ര അധികം മരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഈ ലോകത്തെ ജീവിതത്തിൽ എത്രയധികം നന്മ ചെയ്തു എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്താനുള്ളതാണ്. ആ നന്മകളിൽ ഒരെണ്ണം പോലും ഒരു ദിവസം കുറയാതെ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു പറയുന്ന ഒരൊറ്റ ആയത്ത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, ലൈസൽ ബിർറ അൻ തുവല്ലൂ വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയ്യീൻ. മനുഷ്യരെ, ലൈസൽ ബിർറ, നന്മ അല്ല കേട്ടോ, അൻ തുവല്ലൂ വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നിങ്ങളുടെ നെറ്റിത്തടം പതിപ്പിക്കുന്നത്, നിങ്ങളുടെ മുഖം തിരിക്കുന്നതല്ല നന്മ. അപ്പൊ കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് മുഖം തിരിക്കാൻ അല്ലാഹ് അല്ലേ പറഞ്ഞത്? അതേ അല്ലാഹ് പറയുക, കിഴക്കും പടിഞ്ഞാറും മുഖം തിരിക്കുന്നതല്ല യഥാർത്ഥത്തിൽ നന്മ. പിന്നെ എന്താ നന്മ? വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്. എന്നാൽ യഥാർത്ഥ നന്മ എന്ന് പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. വല്യോമിൽ ആഖിരി, അന്ത്യനാളിലും, വൽ മലായികത്തി, മലക്കുകളിലും, വൽ കിതാബി, ഗ്രന്ഥങ്ങളിലും, വൻ നബിയ്യീൻ, പ്രവാചകന്മാരിലും വിശ്വസിക്കലാണ് നന്മകളിലെ ഏറ്റവും വലിയ നന്മ. വിശ്വസിക്കേണ്ടതൊക്കെ വിശ്വസിക്കണം, വിശ്വസിക്കാതിരിക്കണം. നന്മകളിലെ ഏറ്റവും വലിയ നന്മ ഏതാ? ചെയ്യുന്നത് മാത്രമല്ല, മനസ്സിൽ വിശ്വസിക്കേണ്ട നന്മകളൊക്കെ വിശ്വസിക്കണം. അല്ലാഹ് ഉണ്ട്,
മലക്കുകളുണ്ട്, ഗ്രന്ഥമുണ്ട്. ഇതൊക്കെ വിശ്വസിക്കണം. അന്ത്യനാളുണ്ട്, ഇതൊക്കെ വിശ്വസിക്കണം. ഒന്നാമത്തെ നന്മ അതാണ്. രണ്ടാമതുള്ള പറയുക വആത്തൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ വൽ യതാമ വൽ മസാകീന വബ്നസ് സബീൽ. വആത്തൽ മാല, സമ്പത്ത് വ്യയം ചെയ്യുകയും ചെയ്യുന്നതാണ് നന്മ. ആത്തൽ മാൽ അലാ ഹുബ്ബിഹി, അതിനോട് കൊതിയുള്ളപ്പോ. ഇനി പണത്തിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന സമയത്തല്ല, പണത്തിന്റെ ആവശ്യമുണ്ട്, പണം കൊണ്ട് പലതും നടക്കാനുണ്ടെന്ന് വിചാരിക്കുമ്പോൾ അലാ ഹുബ്ബിഹി, അതിനോടുള്ള ഇഷ്ടമുള്ളപ്പോൾ തന്നെ ദാനം കൊടുക്കുന്നു. ആർക്ക്? ദവിൽ ഖുർബാ, ബന്ധുക്കൾക്ക്, വൽ യതാമ, അനാഥർക്കും, വൽ മസാക്കീനി, അഗതികൾക്കും, വബിനിസ് സബീൽ, വഴി ആധാരമായി പോയവർക്കും, വസായിലീൻ, ചോദിച്ചു വരുന്നവർക്ക് പണത്തിൽ നിന്നൊരു പങ്ക് കൊടുക്കുന്നത് നന്മയാണ്. ചില ആളുകൾക്ക് ചോദിച്ചാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു മീച്ചവുമില്ല. അവൻ എന്തിനാ ചോദിച്ചു വന്നേ? അവൻ അപയാർ, അവൻ യാചകനാണ്, അവൻ തെണ്ടിയാ എന്ന് കരുതണ്ട. വസായിലീൻ, അള്ളാഹു അവരെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അള്ളാഹു അവരെ നമ്മുടെ മുമ്പിൽ വെച്ച് തരികയാ. യാചിച്ചു വരുന്നവർക്കും കൊടുക്കുക. തൻ്റെ പണം ആവശ്യമുള്ളപ്പോൾ, പണത്തോട് കൊതിയുള്ളപ്പോൾ കൊടുക്കുന്നതാണ് നന്മ. ഒഫിർ റിഖാബ്, അടിമപ്പെട്ടു പോയവർക്കും അടിമകളെ മോചിപ്പിക്കാൻ. അടിമയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഇപ്പം അടിമയില്ല, പക്ഷെ നമ്മുടെ ഇടയിൽ കുറേ അടിമകളുണ്ട്. ഏതെല്ലാം അടിമ? രോഗത്തിൻ്റെ അടിമയുണ്ട്, ദാരിദ്ര്യത്തിൻ്റെ അടിമയുണ്ട്, കയറിക്കിടക്കാൻ ഒരു പുരയില്ലാത്തതിൻ്റെ പ്രയാസത്തിൻ്റെ അടിമകളുണ്ട്, പെൺകുട്ടികളുടെ വിവാഹത്തെക്കുറിച്ച് ഓർത്തിട്ട് ജീവിതം പ്രയാസപ്പെടുന്ന, അതിനടിമപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ആ അടിമകളുടെ അടിമത്വം മോചിപ്പിച്ചവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നതിൽ, അതിലാണ് നന്മയെന്നല്ല പറയുകയാ. അതിനുശേഷം പടച്ച തമ്പുരാൻ പറയുകയാണ് വഖാമസ്സലാ, നമസ്കാരം 5 നേരം കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു. സക്കാത്ത് കൊടുക്കുകയും ചെയ്തു. നോക്കിക്കേ, നിസ്കാരം പുറകെയാ പറയണേ. വിശ്വസിക്കേണ്ടത് വിശ്വസിച്ചിട്ട് പണം ചെലവാക്കേണ്ടിടത്ത് ചെലവാക്കുന്നതിലാണ് നന്മ. നിസ്കാരം പുറകെയല്ല പറഞ്ഞത്. അതുപോലെ തന്നെ സക്കാത്ത് പുറകെയാ പറഞ്ഞത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? സക്കാത്ത് പുറകെയാ പറഞ്ഞത്. സക്കാത്ത് പണത്തിന്റെ ചെലവല്ലേ? സക്കാത്ത് വേറെയാ, സക്കാത്ത് നിർബന്ധമാ, അത് കൊടുത്തിരിക്കണം. സക്കാത്തിന്റെ പുറമേ അവകാശങ്ങളുണ്ട്. ആ അവകാശം നിങ്ങൾ കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ നന്മയായി മാറുന്നത്. സക്കാത്ത് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നീ വലിയ നന്മക്കാരനാണെന്ന് അവകാശപ്പെടണ്ട. അപ്പൊ സക്കാത്ത് കൊടുക്കാത്തവന്റെ കാര്യം പറയണോ? സക്കാത്ത് ഞാൻ കൊടുത്തു, ഞാൻ വലിയ നന്മയുടെ ആളാ, നീ പറയണ്ട. നീ നമസ്കരിച്ചു, നന്മയുടെ ആളാ, പറയണ്ട. അത് നിന്റെ ബാധ്യതയാ. പക്ഷേ ആ ബാധ്യതയ്ക്കപ്പുറത്ത് നിനക്ക് പണത്തിന്റെ ആവശ്യക്കാരനും അതിനോട് കൊതിയുള്ളവനുമായിരിക്കെ നീ നിന്റെ പണത്തിൽ നിന്നെടുത്ത് കൊടുക്കുമ്പോൾ അതാണ് നീതി, അതാണ് യഥാർത്ഥത്തിൽ നന്മ എന്ന് അള്ളാഹു പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പടച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും ഈ ജീവകാരുണ്യപരമായ മനസ്സിൻ്റെ ഉടമകളായി മാറാൻ തൗഫീഖ് തരുമാറാകട്ടെ. അതാണ് ഏറ്റവും വലിയ കാര്യം. മനസ്സിൽ കാരുണ്യമുണ്ടോ? കരുണയാണ്, റഹ്മത്താണ് ഈ ലോകത്തെ വിജയത്തിനും മോക്ഷത്തിനും പരലോകത്തെ മോക്ഷത്തിനും ഒരേ ഒരു വഴിയായി അല്ലാഹു വെച്ചിരിക്കുന്നത്. പക്ഷേ ആ കാരുണ്യം ഉണരണമെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ മനുഷ്യരിലും അല്ലാഹു കരുണ വെച്ചിട്ടുണ്ട്, മനസ്സിലാക്കിക്കോ. എല്ലാ മനുഷ്യരിലും കരുണ വെച്ചിട്ടുണ്ട്. ഈ കൊള്ളക്കാരിലും കരുണ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുതലാളിമാരിൽ 5000 കോടിയുടെ മുതലാളിമാരിലും അല്ലാഹു റഹ്മത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരിലും റഹ്മത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് അവരുടെ റഹ്മത്ത് വെളിയിൽ വരാത്തത്? അവരവരുടെ ജീവിതത്തിൽ റഹ്മത്ത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതാണ് കാര്യം. അവർ ക്രൂരമായി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അവർ ക്രൂരമായ വാക്കും വർത്തമാനങ്ങളുമേ ചെയ്തിട്ടുള്ളൂ. അവർക്ക് അല്ലാഹു കൊടുത്ത അനുഗ്രഹം സാധുക്കൾക്ക് പങ്കുവെച്ച് ചെറുപ്പം മുതലേ ശീലിച്ചിട്ടില്ല. അങ്ങനെ അല്ലാഹു അവർക്ക് കൊടുത്ത റഹ്മത്ത് എന്ന് പറയുന്ന ഗുണം മരവിച്ചു പോയി. അതാണ് കാര്യം. അതുകൊണ്ട് എല്ലാവരിലും നമ്മുടെ ഉള്ളിൽ അല്ലാഹു ഇട്ട അതേ റഹ്മത്ത് അംബാനിയുടെ മനസ്സിൽ ഇട്ടിട്ടുണ്ട്. അതേ റഹ്മത്ത് അല്ലാഹു മോഡിയുടെ മനസ്സിൽ ഇട്ടിട്ടുണ്ട്. അതേ റഹ്മത്ത് അമിത്ഷായുടെ മനസ്സിലും അല്ലാഹു ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ അവർ ഭീകരന്മാരായി? അതേ റഹ്മത്ത് ഹിറ്റ്ലറുടെ മനസ്സിലും അല്ലാഹു ഇട്ടിട്ടുണ്ട്. അതേ റഹ്മത്ത് മുസോളിനിയുടെ മനസ്സിലും ഇട്ടിട്ടുണ്ട്. അതേ റഹ്മത്ത് സ്റ്റാലിന്റെ മനസ്സിലും അല്ലാഹു കൊടുത്തതാ. എന്തേ അവർ കരുണയില്ലാത്തവരായി പോയി? അവർ കരുണയുടെ പ്രവർത്തനങ്ങൾ ചെറുപ്പം മുതലേ ശീലിച്ചില്ല. ക്രൂരതയുടെ പ്രവർത്തനങ്ങൾ ശീലിച്ചപ്പോൾ അവർ ഈ ലോകത്തെ ഭീകരന്മാരായി മാറി. അതുകൊണ്ട് കാരുണ്യം അള്ളാഹുവിൻ്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കരുണയുള്ള മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ മോക്ഷമില്ല. ഈ ലോകത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആവശ്യപ്പെടുമ്പോൾ കാരുണ്യമില്ലാത്ത മനസ്സുകൾക്ക് അള്ളാഹുവിൻ്റെ സഹായമില്ല. അപ്പൊ കരുണയാണ് നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ടത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും
വലൗ കുന്ത ഫല്ലൻ ഗലീളൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിറുഹും ഫിൽ അംരി വഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അല്ലാഹു അവൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തെ മുഴുവൻ ശത്രുക്കൾക്കും ഇടയിൽ ജീവിച്ചുകൊണ്ട് ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മഹിതമായ ഈ ഉദാരതയുടെ സംസ്കാരത്തെ നട്ടുപിടിപ്പിക്കാൻ കാര്യം എന്താണെന്നറിയോ? അല്ലാഹു പറയാ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, നബിയെ അങ്ങയുടെ മനസ്സിൽ അല്ലാഹു റഹ്മത്ത് തന്നു എന്നുള്ള ഒറ്റ കാരണമാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ റഹ്മത്തുണ്ടെങ്കിൽ നമ്മൾ എല്ലാ രംഗത്തും വിജയിക്കും. എത്ര റഹ്മത്തുണ്ടോ അത്രയും വിജയിക്കും. കുറഞ്ഞ റഹ്മത്താണ് കുറച്ചേ വിജയിക്കൂ, ഏറെ റഹ്മത്തുണ്ടെങ്കിൽ ഏറെ വിജയിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ റഹ്മത്ത് ഈ ലോകത്ത് അള്ളാഹു താല ഇട്ടുകൊടുത്ത് നിറച്ചു കൊടുത്തത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സിലാണ്. ഒരിക്കലും റസൂൽ റഹ്മത്ത് കളങ്കപ്പെടുത്തുന്ന ഒന്നും ചെയ്തിട്ടില്ല.